നമസ്കാരം. 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, എന്താണ് നെസ്റ്റഡ് ലൂപ്പ്, നെസ്റ്റഡ് ലൂപ്പ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഈ വീഡിയോവിൻ്റെ അവസാന ഭാഗത്ത് നെസ്റ്റഡ് ലൂപ്പ് യൂസ് ചെയ്ത് ഒരു ഡിജിറ്റൽ ക്ലോക്കിൻ്റെ പ്രോഗ്രാം നമ്മൾ എഴുതുന്നത് ഡിസ്കസ് ചെയ്യുന്നതാണ്. എന്താണ് നെസ്റ്റഡ് ലൂപ്പ്? ഒരു ലൂപ്പിനകത്ത് ഒന്നോ ഒന്നിൽ കൂടുതലോ ലൂപ്പുകൾ യൂസ് ചെയ്യുന്നതിനെ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നു. ഉദാഹരണമായി, ഒരു ഫോർ ലൂപ്പിനകത്ത് വേറൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു വൈൽ ലൂപ്പിനകത്ത് വേറൊരു വൈൽ ലൂപ്പ് യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു ഫോർ ലൂപ്പിനകത്ത് ഒരു വൈൽ ലൂപ്പ് യൂസ് ചെയ്യുക. നെസ്റ്റഡ് ലൂപ്പിൻ്റെ എക്സാമ്പിളാണ് സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ 2 ലൂപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോർ ഐ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ ലൂപ്പും ഫോർ ജെ എന്ന് തുടങ്ങുന്ന രണ്ടാമത്തെ ലൂപ്പും. ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഈ 2 ലൂപ്പുകളിൽ അകത്ത് വരുന്ന രണ്ടാമത്തെ ലൂപ്പിനെ ഫോർ ജെ ഈക്വൽ ടു റേഞ്ച് ഓഫ് 1,3 എന്ന് പറയുന്നില്ലേ, അതിനെ ഇന്നർ ലൂപ്പ് എന്നാണ് പറയുക. അതായത് ഒരു ലൂപ്പിനകത്ത് വേറൊരു ലൂപ്പ് കൊടുക്കുമ്പോൾ അകത്തെ ലൂപ്പിനെ എപ്പോഴും ഇന്നർ ലൂപ്പ് എന്നാണ് പറയുക. പുറത്തുള്ള ലൂപ്പിനെയോ ഔട്ടർ ലൂപ്പ് എന്ന് പറയുന്നു. ഇനി നമുക്ക് കോഡ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഫോർ ഐ എന്ന് പറയുന്ന ആദ്യത്തെ ലൂപ്പിനെ ഞാൻ യെല്ലോ കളറിലുള്ള ഒരു ഏരോ മാർക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫോർ ജെ എന്ന് പറയുന്ന രണ്ടാമത്തെ ലൂപ്പിനെ പിങ്ക് കളറും വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഫോർ ഐ എന്ന് പറയുന്ന ആദ്യത്തെ ലൂപ്പിന് പോസിബിൾ വാല്യൂസ് എന്തൊക്കെയാണ്? റേഞ്ച് ഓഫ് 1,4 എന്ന് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഐയുടെ വാല്യൂ 1 ആവാം, 2, 3 അങ്ങനെ 3 പോസിബിൾ വാല്യൂസ് ആണുള്ളത്. ഓക്കെ, നമുക്ക് കോഡ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ആദ്യം ഐൻ്റെ വാല്യൂ 1 ആയി, കണ്ടോ, ഐ ഈക്വൽ ടു 1. ഇനി ഇന്നർ ലൂപ്പിലേക്ക് കടക്കുന്നു. ഇന്നർ ലൂപ്പിലെത്തി കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. എന്താണ്? ഇന്നർ ലൂപ്പിലെത്തി കഴിഞ്ഞാൽ ആ ഇന്നർ ലൂപ്പിലെ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ഔട്ടർ ലൂപ്പിലേക്ക് പോവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇവിടെ ജെയുടെ പോസിബിൾ വാല്യൂസ് റേഞ്ച് ഓഫ് 1,3, 1, 2 അതാണ് ജെയുടെ പോസിബിൾ വാല്യൂസ്. ഇപ്പോൾ 1 ആയി കഴിഞ്ഞു. ജെ ഈക്വൽ ടു 1 അവിടെ സ്ക്രീനിൽ കാണാം. ഇനി ജെയുടെ പോസിബിൾ വാല്യൂസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ ഈ ജെയുടെ രണ്ടാമത്തെ ലൂപ്പ് കഴിഞ്ഞതിന് ശേഷം, എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഔട്ടർ ലൂപ്പിലേക്ക് പോകുള്ളൂ. നമുക്ക് നോക്കാം. ജെ ഈക്വൽ ടു 1 പ്രിൻറ്റ് ചെയ്യുന്നു, 1,1 എന്ന് പ്രിൻറ്റ് ചെയ്തു. ഇനി കണ്ടോ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇന്നർ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു. ജെയുടെ വാല്യൂ ഇവിടെ 1 എന്നുള്ളത് 2 ആയി മാറുന്നത് കാണാം. ഇപ്പോൾ 1,2 എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. അങ്ങനെ ജെയുടെ പോസിബിൾ വാല്യൂസ് എല്ലാം കഴിഞ്ഞു. ഇത് കഴിഞ്ഞാലോ ഔട്ടർ ലൂപ്പിലേക്ക് പോകുന്നു. കണ്ടോ, കോഡിൻ്റെ എക്സിക്യൂഷൻ ഫസ്റ്റ് ലൈനിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഐയുടെ വാല്യൂ 1 ആയിരുന്നു. ഇനി ഐയുടെ നെക്സ്റ്റ് പോസിബിൾ വാല്യൂ എന്താ? 2 ആണ്. 2 ആയി. അത് കഴിഞ്ഞാൽ വീണ്ടും ഇന്നർ ലൂപ്പിലേക്ക് വരുന്നു. ഈ ഇന്നർ ലൂപ്പിലേക്ക് വരുന്ന സമയത്ത് ഈ ലൂപ്പ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ജെയുടെ വാല്യൂ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? 1ൽ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ജെയുടെ വാല്യൂ 1 ആയി. അപ്പോൾ അങ്ങനെയാണ് കോഡ് വർക്ക് ചെയ്യുന്നത്. അതായത് എപ്പോൾ ഇന്നർ ലൂപ്പിലേക്ക് കിടക്കുന്ന സമയത്തും ആ ലൂപ്പ് കംപ്ലീറ്റ് ആയി എക്സിക്യൂട്ട് ചെയ്യും. ആ ലൂപ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ ലൂപ്പ് കംപ്ലീറ്റ് ആയി എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം മാത്രമേ ഔട്ടർ ലൂപ്പിൻ്റെ അടുത്ത പോസിബിൾ വാല്യൂയിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇവിടെ ജെയുടെ വാല്യൂ 1 ആയി. ഇവിടെ 2,1 എന്ന് പ്രിൻറ്റ് ചെയ്തു. ഇന്നർ ലൂപ്പിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി ഇന്നർ ലൂപ്പ് കംപ്ലീറ്റ് ആവുന്ന വരെ ലൂപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലേ? ജെയുടെ വാല്യൂ 2 ആയി, 2,2 ഇന്നർ ലൂപ്പ് കംപ്ലീറ്റ് ആയി. ഇനി ഔട്ടർ ലൂപ്പിലേക്ക് പോകുന്നു. കണ്ടോ, ഫസ്റ്റ് ലൈനിലേക്ക് പോയിരിക്കുന്നു. അവിടെ ഐയുടെ വാല്യൂ 2 ആയിരുന്നു, അത് 3 ആയി മാറി. ഓക്കെ, ഇന്നർ ലൂപ്പിലേക്ക് വീണ്ടും കടന്നു. ഇന്നർ ലൂപ്പിലെത്തി കഴിഞ്ഞാൽ ഇന്നർ ലൂപ്പ് ആദ്യമായി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ ജെയുടെ വാല്യൂ 1 ആയി മാറുന്നു. ജെയുടെ വാല്യൂ 1 എന്നുള്ളത് 2 ആയി. ഇന്നർ ലൂപ്പ് കംപ്ലീറ്റ് ആയി. ഔട്ടർ ലൂപ്പിലേക്ക് പോയി. ഇനി ഔട്ടർ ലൂപ്പിലെ ഐയുടെ പോസിബിൾ വാല്യൂസ് 1, 2, 3 ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞു. അതോടെ കംപ്ലീറ്റ് കോഡ് എക്സിക്യൂഷൻ കംപ്ലീഷനായി. ഇപ്പോൾ ഇവിടെ പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂസ് ഉണ്ടോ? അപ്പോൾ അങ്ങനെയാണ് നെസ്റ്റഡ് ലൂപ്പ് വർക്ക് ചെയ്യുക. അവസാനമായി നെസ്റ്റഡ് ലൂപ്പ് യൂസ് ചെയ്ത് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ക്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ചോദിക്കട്ടെ, എന്തിനാണ് നെസ്റ്റഡ് ലൂപ്പ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഒരു ടേബിളിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ടേബിളിലെ ഡാറ്റ സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മൾട്ടി ഡയമെൻഷനിലാണ്, അല്ലേ? അതിനകത്ത് റോവും ഉണ്ട്, കോളവും ഉണ്ട്. അപ്പോൾ നമുക്ക് റോയിലൂടെ നമ്മൾ ലൂപ്പ് ത്രൂ ചെയ്യാൻ വേണ്ടി ഒരു ലൂപ്പ് യൂസ് ചെയ്യാം. അതിനകത്ത് ഓരോ കോളത്തിലൂടെ ലൂപ്പ് ത്രൂ ചെയ്യാൻ വേണ്ടി നമുക്കൊരു നെസ്റ്റഡ് ലൂപ്പ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളൊരു ലിസ്റ്റിനകത്ത് മൾട്ടി ഡയമെൻഷണൽ ലിസ്റ്റിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അവിടെയും റോവും കോളവും ഉണ്ട്. അതല്ലെങ്കിൽ ഒരു ഗ്രിഡിൽ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുക. അപ്പോൾ അങ്ങനെ മൾട്ടി ഡയമെൻഷണലായി ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നും വാല്യൂ റീഡ് ചെയ്യണമെങ്കിലാണ് സാധാരണ നമ്മൾ നെസ്റ്റഡ് ലൂപ്പ് യൂസ് ചെയ്യാറ്. ഇനി നമുക്ക് ക്ലോക്ക് പ്രോഗ്രാമിൻ്റെ കോഡ് റിവ്യൂ ചെയ്യാം. ഈ കോഡിനകത്ത് 4 ലൂപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഔട്ടർ ലൂപ്പ് ഒരു വൈൽ ലൂപ്പാണ്. അതിൻ്റെ താഴെ ഒരു ഇന്നർ ലൂപ്പ്, ഫോർ ലൂപ്പ്. അതിൻ്റെയും ഇന്നർ ലൂപ്പ് വേറൊരു ഫോർ ലൂപ്പ്. 4ാമതും ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിരിക്കുന്നു അതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് ഓരോ ലൂപ്പും ഓരോ പർപ്പസിനാണ് കൊടുത്തിരിക്കുന്നത്. ആ ഏറ്റവും ഇന്നർ ലൂപ്പിനെ ഞാൻ സെക്കൻഡിന് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ക്ലോക്ക് ഈ സെക്കൻഡ് ഇങ്ങനെ മാറി മാറി വരണ്ടേ, ഈ സെക്കൻഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഏറ്റവും ഇന്നർ ലൂപ്പ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ സെക്കൻഡ് ലൂപ്പ് 0 to 59 കൊടുത്തിരിക്കുന്നത്. ഫോർ സെക്കൻഡ് ഇൻ റേഞ്ച് ഓഫ് 60 എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 അങ്ങനെ 59 വരെ. ക്ലോക്കിൽ അങ്ങനെയല്ല, 59 വരെയല്ലേ വരുന്നത്. അപ്പോൾ 59 വരെ, 0 തൊട്ട് 59 വരെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ്
ഏറ്റവും ഇന്നർ ലൂപ്പ് കൊടുത്തിരിക്കുന്നത് 4 സെക്കൻഡ് ഇൻ റേഞ്ച് ഓഫ് 60. അത് ഓരോ പ്രാവശ്യവും ആ ടൈം പ്രിൻറ്റ് ചെയ്യുന്നതും ഈ അവസാനത്തെ ലൂപ്പാണ്. ഇനി പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം പ്രിൻറ്റ് ചെയ്ത് അടുത്ത സെക്കൻഡിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു സെക്കൻഡ് ഡിലേ ചെയ്യേണ്ടേ, ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ടേ. അതിനു വേണ്ടിയാണ് ടൈം ഡോട്ട് സ്ലീപ്പ് ഓഫ് 1 എന്ന് കൊടുത്തിരിക്കുന്നത്. ടൈം എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇമ്പോർട്ട് ടൈം എന്ന് കൊടുത്തത് കണ്ടില്ലേ, അതിനകത്ത് സ്ലീപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ചിരിക്കുന്നു. സ്ലീപ്പ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. അതായത് ഒരു പ്രാവശ്യം ടൈം പ്രിൻറ്റ് ചെയ്ത് അടുത്ത പ്രാവശ്യം പ്രിൻറ്റ് ചെയ്യുന്നതിന് മുൻപ് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഈ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട ചില പോയിൻറ്റ്സ് ഉണ്ട്. ഇവിടെ ഞാനിവിടെ അവറും മിനിറ്റും സെക്കൻഡും പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എൻഡ് ഈക്വൽ ടു കോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം ഒരു ലൈൻ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സാധാരണ ഒരു ലൈൻ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു നെക്സ്റ്റ് ലൈൻ ക്യാരക്ടർ പ്രിൻറ്റ് ചെയ്യും. നമുക്ക് നെക്സ്റ്റ് ലൈനിലല്ല പ്രിൻറ്റ് ചെയ്യേണ്ടത്, പിന്നെ അതേ ലൈനിൽ തന്നെ നമുക്ക് ടൈം ഒരേ ലൈനിൽ തന്നെ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ. ഇവിടെ തന്നെ പ്രിൻറ്റ് ചെയ്യണ്ടേ. ഇവിടെ പ്രിൻറ്റ് ചെയ്തിട്ട് 5:26, 5:27 ഇവിടെ തന്നെ പ്രിൻറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ലൈൻ പ്രിൻറ്റ് ചെയ്ത് എന്താ കുഴപ്പം? നെക്സ്റ്റ് ലൈൻ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ താഴെ പ്രിൻറ്റ് ചെയ്യും, പിന്നെ അതിൻ്റെ താഴെ പ്രിൻറ്റ് ചെയ്യും, പിന്നെ അതിൻ്റെ താഴെ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാനാണ് എൻഡ് ഈക്വൽ ടു ഈ ലൈൻ പ്രിൻറ്റ് ചെയ്യുന്നത് എൻഡ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ലൈൻ ക്യാരക്ടർ അല്ല, പിന്നെയോ അവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് വെച്ചിട്ട് എൻഡ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് എൻഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ടാണ് ഇവിടെ നെക്സ്റ്റ് ലൈനിലേക്ക് ഇത് പോവാത്തത്. ഇനി ഇതെങ്ങനെയാണ് ഇവിടെ \r എന്ന് കൊടുത്തത് കണ്ടോ? ഈ \r എന്ന് കൊടുത്തതിൻ്റെ അർത്ഥം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എപ്പോഴും പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്. ഇവിടെ കണ്ടോ, ഈ പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. ഈ \r കാരേജ് റിട്ടേൺ എന്നാണ് പറയുക. അതായത് നമ്മൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഈ കേഴ്സറിനെ ഇവിടെ കൊണ്ടുവയ്ക്കണം. കേഴ്സറിനെ ഇവിടെ കൊണ്ടുവച്ച് ഇവിടെ നിന്ന്, അല്ലെങ്കിൽ എന്താ പ്രശ്നം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് ഇങ്ങനെ പോകും. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. നമ്മൾ ഓരോ പ്രാവശ്യം ടൈം പ്രിൻറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ പൊസിഷൻ മാറാൻ പാടില്ല. അതിനു വേണ്ടിയാണ് \r എന്ന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ടൈമിൻ്റെ പൊസിഷൻ ഇവിടെ നിന്ന് മാറിപ്പോകാത്തത്. ഓക്കെ, അതാണ് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ ഇവിടെ സെക്കൻഡിൻ്റെ വാല്യൂ 0-ൽ സ്റ്റാർട്ട് ചെയ്ത് 59 വരെ കണ്ടിന്യൂ ചെയ്യുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ പുറത്തുള്ള ഔട്ടർ ലൂപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡിൻ്റെ ലൂപ്പ്. ഇനി മിനിറ്റിൻ്റെ, അത് കഴിഞ്ഞ് ഔട്ടർ ലൂപ്പ് മിനിറ്റിൻ്റെ ലൂപ്പാണ്. മിനിറ്റിൻ്റെ ലൂപ്പ് എങ്ങനെയാണ്? മിനിറ്റിൻ്റെ ലൂപ്പും 0 മുതൽ 60 വരെ തന്നെ ഇവിടെയും കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷേ ഇവിടെ സെക്കൻഡിൻ്റെ ലൂപ്പ് 60 പ്രാവശ്യം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത മിനിറ്റിലേക്ക് പോവുള്ളൂ, അല്ലേ? ഇവിടെ കണ്ടോ 40, 41, 42, 43. ഇപ്പോൾ ഇവിടെ ഈ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, സെക്കൻഡിൻ്റെ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി സെക്കൻഡിൻ്റെ ലൂപ്പ് വർക്ക് ചെയ്ത് 59 കഴിഞ്ഞ് എന്തുണ്ടാവും? മിനിറ്റിൻ്റെ ലൂപ്പിലേക്ക് പോകും. മിനിറ്റിൻ്റെ ലൂപ്പിലേക്ക് പോകുമ്പോൾ ഇവിടെ മിനിറ്റ് എന്നുള്ളത്, ഇവിടെ 7 എന്നുള്ളത് എന്താവും? 8 ആവും. ഇവിടെ ഉണ്ടോ 58, 59, 8 ആയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെക്കൻഡിൻ്റെ ലൂപ്പ് കംപ്ലീറ്റ് ആയി. ഇനി മിനിറ്റിലേക്ക് പോയി. മിനിറ്റിൽ 7 ആയിരുന്നു മിനിറ്റിൻ്റെ വാല്യൂ, അത് 8ലേക്കായി. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇനി മിനിറ്റിൻ്റെ വാല്യൂ 59 ആയി 60 ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? 60 ആയി കഴിഞ്ഞാൽ അവറിലേക്ക് പോകും. സ്റ്റാർട്ട് ചെയ്തിരിക്കും. ഇവിടെ 00 എന്നല്ലേ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മിനിറ്റിൻ്റെ വാല്യൂ 59 ആയി കഴിഞ്ഞാൽ ഇവിടെ അവർ എന്നുള്ളത് 1 ആവും. അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന മൂന്നാമതൊരു ഫോർ ലൂപ്പ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വൈൽ ലൂപ്പിൻ്റെ ആവശ്യം എന്താ? ഈ വൈൽ ലൂപ്പ് കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്നറിയോ? വൈൽ ലൂപ്പ് ഇൻഫിനിറ്റ് ലൂപ്പാണ്. ഇവിടെ ഞാൻ വൈൽ ട്രൂ എന്ന് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? ഇൻഫിനിറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കലും ഇത് സ്റ്റോപ്പ് ആവില്ല. നമ്മുടെ പ്രോഗ്രാം ഇവിടെ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഇത് സ്റ്റോപ്പ് ആവുള്ളൂ. എന്തതിൻ്റെ ആവശ്യം എന്നുണ്ടെങ്കിൽ ഇവിടെ അവറിൻ്റെ, അതായത് 1 മണിയായി, 2 മണി, 3 മണി, 4 മണി അങ്ങനെ കഴിഞ്ഞ് 24 ആയി കഴിഞ്ഞാൽ വീണ്ടും 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അല്ലേ? അതല്ലെങ്കിൽ എന്തുണ്ടാവുക? 24 മണിക്കൂർ വരെ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഡ് ഇവിടെ കംപ്ലീറ്റ് ആവും, സ്റ്റോപ്പ് ആവും. അതുണ്ടാവാൻ പാടില്ല. ഇവിടെ 24 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വൈൽ ലൂപ്പിലേക്ക് പോകും. ഇതാണ് ഏറ്റവും ഔട്ടർ ലൂപ്പ്. വൈൽ ലൂപ്പിലായി കഴിഞ്ഞാൽ അവർ വീണ്ടും 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും 24 വരെ പോകും. 24 ആയി കഴിഞ്ഞാൽ വീണ്ടും ഇവിടേക്ക് പോകും. അപ്പോൾ അവറിൻ്റെ വാല്യൂ വീണ്ടും 0-ലേക്ക് റീസ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ക്ലോക്കിൻ്റെ കോഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ നെസ്റ്റഡ് ലൂപ്പിനകത്ത് കണ്ടോ, ഇവിടെ ഒരു വൈൽ ലൂപ്പിനകത്ത് ഒരു ഫോർ ലൂപ്പ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്കിതിങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് കൊടുക്കാം, നമുക്ക് ആവശ്യമനുസരിച്ച്. അപ്പോൾ ഈ നമ്മുടെ നെസ്റ്റഡ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും നമ്മുടെ ആവശ്യമനുസരിച്ച് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നെസ്റ്റഡ് ലൂപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് മനസ്സിലായി. പക്ഷേ നമ്മൾ ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തും എല്ലായിടത്തും ഈ നെസ്റ്റഡ് ലൂപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പെർഫോമൻസിനെ തന്നെ അത് ഡീഗ്രേഡ് ചെയ്യും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായി, വളരെ ആവശ്യമുള്ളിടത്ത് മാത്രം യൂസ് ചെയ്യേണ്ട ഒന്നാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ റിക്കർഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോവുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.